എന്താണ് സ്പെയിനിന് കേപ്പ് വെർഡയ്ക്കെതിരെ സംഭവിച്ചത്? ഒരു ലോ ബ്ലോക്കിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ട് പക്കയായിട്ട് കാണിച്ചു തരായിരുന്നു നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിനെതിരെ കേപ്പ് വെർഡെ. അതിനെന്താണ് അവർ ചെയ്തത്? കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ബ്ലോക്കിൽ ഇരുന്നിട്ട് മിഡിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. ഒരു 5-4-1 അല്ലെങ്കിൽ 4-5-1 ഹൈബ്രിഡ് എന്നുള്ള ഷേപ്പിലേക്കാണ് അവർ ഒരു ലോ ബ്ലോക്കിൽ ഇരുന്നിരുന്നത്. സെൻട്രൽ ഏരിയാസ് ഇത്രയും കോമ്പാക്ട് ആയതുകൊണ്ട് തന്നെ വൈഡ് ഏരിയാസിൽ സ്പേസ് കൊടുക്കാനായിട്ട് കേപ്പ് വെർഡെ തയ്യാറായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലോ ബ്ലോക്കിനെ എങ്ങനെ പൊളിക്കുക? പല വഴികളുണ്ട് ഒരു ലോ ബ്ലോക്കിനെ പൊളിക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ റൗണ്ട് ദ ബ്ലോക്ക് പോയിട്ട് ഏരിയൽ ഡ്യുവൽസോ കട്ട് ബാക്സോ കൊടുത്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പക്ഷെ അതിന് സെൻട്രലി ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഉള്ള പ്ലേയേഴ്സ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ബോൾ സർക്കുലേഷനും പേഷ്യൻസും കൊണ്ടിട്ട് ത്രൂ ദ മിഡിൽ പെനിട്രേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനെതിരെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വളരെ കോമ്പാക്ട് ആയിട്ട് ഇരിക്കാൻ കേപ്പ് വെർഡെ ഉറപ്പാക്കിയിരുന്നു. പിന്നീടുള്ള വഴി എന്താ? പുറത്തുള്ള സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണം? 1v1 എക്സൽ ആവണം. അതിനനുസരിച്ചുള്ള പ്ലെയർ പ്രൊഫൈൽസ് ഇന്നലെ സ്പെയിൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ലെഫ്റ്റ് ഫ്ലാങ്കിൽ കുക്കുറയായിരുന്നു സ്പെയിന്റെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ട് ഒരു ഫുൾ ബാക്ക് ആണെങ്കിലും 1v1 എക്സൽ ചെയ്യുന്ന ഒരു പ്ലെയർ പ്രൊഫൈൽ അല്ല കുക്കുറയ എന്നുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിലോ ഫെറാൻ ടോറസും ലോറന്റെയും രണ്ട് പ്ലേയേഴ്സും റൈറ്റ് ഫുട്ടഡ് ആണ്. അതുമാത്രമല്ല സ്പേസസിൽ എക്സൽ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. 1v1 പേര് കേട്ടിട്ടുള്ള പ്ലേയേഴ്സ് അല്ല ഇവർ രണ്ടുപേരും. ഈ കാണുന്നത് നിങ്ങൾ സ്പെയിന്റെ 1v1 ഡ്രിബിൾസിന്റെ ചാർട്ടാണ്. ഇതിൽ എത്ര സക്സസ്ഫുൾ ഡ്രിബിൾസ് നടത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ വളരെ കുറവാണ്. ഇത് ഈ രണ്ടെണ്ണം കാണുന്നതും ലമീൻ യമാൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ 2 ഡ്രിബിൾസ് ആണ്. സോ ഇതൊഴിച്ചു കഴിഞ്ഞാൽ സ്പെയിനിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസോട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ പ്രൊഫൈൽ എന്നാലും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല എനിക്ക് തോന്നി ഡാനി ഓൾമോനെ കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു. കാരണം ചെറിയ സ്പേസസിൽ എക്സൽ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം. ലോ ബ്ലോക്കിനെതിരെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിക്ക് പലതവണ നമ്മൾ ബാഴ്സലോണയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവർക്ക് ഫെർമിൻ ലോപ്പസ് എത്രത്തോളം ഒരു വലിയ മിസ്സാണെന്നുള്ളത് കാണിച്ചു തന്നു ഈ വേൾഡ് കപ്പിൽ. കാരണം ലോങ് റേഞ്ച് ഷോട്ടുകൾ പല പ്ലേയേഴ്സും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഫെർമിനെ പോലെ ആ പൊസിഷനിൽ നിന്ന് അത്രയും സെക്യൂർ ആയിട്ട് ലോങ് ഷോട്ട്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ പ്രൊഫൈൽ ഇന്നലെ സ്പെയിനിന് ഉണ്ടായിരുന്നില്ല താനും. ഇതൊക്കെ പറയുമ്പോഴും കേപ്പ് വെർഡയുടെ കയ്യിൽ നിന്നിട്ട് ഒരു വിധത്തിലും ക്രെഡിറ്റ്സ് എടുത്ത് കളയാൻ പറ്റില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. സ്പെഷ്യലി അവരുടെ ഗോൾ കീപ്പർ. അതുമാത്രമല്ല ബാക്കി 10 പ്ലേയേഴ്സും കോമ്പാക്റ്റ് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും ഒരു ഫുട്ബോൾ ഗെയിം എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നലെ കാണിച്ചു തന്നു.